നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ള മനസ്സുറപ്പ് വേണം എന്ന് എല്ലാവരും നമുക്ക് ഉപദേശിക്കുന്ന വാചകമാണ്. പക്ഷേ ഈ മനസ്സുറപ്പ് എങ്ങനെ നേടിയെടുക്കാമെന്ന് ആരും നമുക്ക് പറഞ്ഞു തരാറില്ല. എന്നാൽ ഭഗവാൻ ശ്രീബുദ്ധൻ 2000 വർഷങ്ങൾക്ക് മുൻപേ ഈ രഹസ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് ആ രഹസ്യം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. എന്താണ് ഈ ശക്തമായ മാനസികാവസ്ഥ? ബുദ്ധൻ ധർമ്മപദത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതൊരു വലിയ പാറക്കല്ല് പോലെയാണ്. കൊടുങ്കാറ്റടിച്ചാലും ആ പാറ കുലുങ്ങില്ല. അതുപോലെ ജ്ഞാനികളായ ആളുകൾ അവരുടെ ജീവിതത്തിലെ പുകഴ്ത്തലുകളിലും കുറ്റപ്പെടുത്തലുകളിലും കുലുങ്ങുന്നില്ല. അതാണ് ഒരു ശക്തമായ മാനസികാവസ്ഥ. ഈ ശക്തി നിങ്ങൾക്കും നേടാൻ കഴിയുന്ന 3 ലളിതമായ ബുദ്ധ ഉപദേശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഉപദേശം 1: ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ സ്ഥിരത നിലനിർത്തുക. ശ്രീബുദ്ധൻ്റെ ഒന്നാമത്തെ ഉപദേശം ഇതാണ്: ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ നിങ്ങൾക്കൊരു സ്ഥിരതയുള്ള മാനസികാവസ്ഥ നിലനിർത്താൻ കഴിയണം. നമ്മുടെ ജീവിതം ഒരു സമുദ്രം പോലെയാണ്, അല്ലേ? ചിലപ്പോൾ സമുദ്രം ശാന്തവും സമാധാനപരവുമായിരിക്കും, എന്നാൽ ചിലപ്പോഴോ അത് കൊടുങ്കാറ്റുള്ളതായി മാറും. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഈ ഉയർച്ച താഴ്ചകളെ ബുദ്ധൻ അഷ്ടലോകധർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അവ എന്തൊക്കെയാണെന്നറിയാമോ? 1. പുകഴ്ത്തൽ. 2. കുറ്റപ്പെടുത്തൽ. 3. ലാഭം. 4. നഷ്ടം. 5. കീർത്തി. 6. അപമാനം. 7. സുഖം. 8. ദുഃഖം. ഈ 8 അവസ്ഥകളിലൂടെയാണ് നാം ജീവിതത്തിൽ കടന്നുപോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ഈ ഉയർച്ച താഴ്ചകളെ നിങ്ങൾ അംഗീകരിക്കുക. ആളുകൾ നിങ്ങളെ വിമർശിക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ കഠിനമായ സമയങ്ങളിലൂടെ കടന്നുപോകുമ്പോഴോ നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുക. ആ വികാരങ്ങളിൽ അകപ്പെടാതിരുന്നാൽ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിൽ കൂടുതൽ സ്ഥിരത നിലനിർത്താനും നല്ല വൈകാരിക സന്തുലിതാവസ്ഥ കൈവരിക്കാനും കഴിയും. ജീവിതത്തിൽ എല്ലായ്പ്പോഴും മധുരമായ അഭിപ്രായങ്ങളോ നല്ല അനുഭവങ്ങളോ മാത്രമേ ലഭിക്കൂ എന്ന് കരുതരുത്. ജീവിതം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ നൽകും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്ഥിരതയുള്ള മാനസികാവസ്ഥ നിലനിർത്തണം. ഉപദേശം 2: മാനസികമായ പ്രതിരോധ ശേഷി വളർത്തുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപദേശം മനസ്സിൽ പ്രതിരോധ ശേഷി വളർത്തുക എന്നതാണ്. എന്താണ് പ്രതിരോധശേഷി? നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയോ വെല്ലുവിളികളിലൂടെയോ കടന്നുപോകുമ്പോൾ ഉടൻ ഉയർത്തെഴുന്നേൽക്കാനും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാനുമുള്ള കഴിവാണത്. ഇത് പരിശീലിക്കുന്നതിനായി നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്: നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതെന്താണ്, നിയന്ത്രണത്തിലല്ലാത്തത് എന്താണ് എന്ന്. ഒരാൾ വന്ന് നിങ്ങളെ വിമർശിക്കുന്നു എന്ന് കരുതുക. അവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന ആ വാക്കുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതെന്താണ്? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത്. അതെപ്പോഴും നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക: ഞാനിതിൽ ദേഷ്യപ്പെടേണ്ടതുണ്ടോ? ഞാൻ ഈ നെഗറ്റിവിറ്റി എടുത്ത് അവരുമായി പങ്കുവച്ച് സ്വയം നെഗറ്റീവ് ആകേണ്ടതുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ നെഗറ്റീവ് അവസ്ഥ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. ശക്തമായ മാനസികാവസ്ഥ എന്നാൽ ജീവിതത്തിൽ വീണുപോകില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തോന്നില്ല എന്നർത്ഥമല്ല. മറിച്ച് കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കാനും ജീവിതത്തിലെ സാധാരണ അവസ്ഥകളിലേക്ക് വേഗത്തിൽ തിരികെ എത്താനും കഴിയണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ചിന്തകൾ, നിങ്ങൾക്ക് സംഭവിക്കുന്ന അനുഭവങ്ങൾ എന്നിവയൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങൾ, അവരോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്നിവ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്കതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. എന്നാൽ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ കഴിയും. കൂടാതെ നിങ്ങളൊരു പ്രശ്ന പരിഹാര മനോഭാവം വളർത്തിയെടുക്കണം. പ്രശ്നങ്ങൾ കാണുമ്പോൾ എളുപ്പത്തിൽ പരിഭ്രാന്തരാകുകയോ പ്രകോപിതരാകുകയോ ചെയ്താൽ അവ പരിഹരിക്കാൻ എളുപ്പമല്ല. എന്നാൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശാന്തമായൊരു മാനസികാവസ്ഥ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ വേരുകളിലേക്ക് പോയി അതിനെ പരിഹരിക്കാൻ എളുപ്പമാണ്. ഓർക്കുക, നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം ക്ഷണികമാണ്. അത് ശാശ്വതമല്ല. അതൊരു ദിവസം മാറും. അതുകൊണ്ട് പ്രശ്നം മാറ്റി നിർത്തുക, അതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങുക. സ്വയം ചോദിക്കുക: എന്തുകൊണ്ടിത് സംഭവിച്ചു? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? ഇങ്ങനെയാണ് നിങ്ങൾ പ്രശ്നപരിഹാര മനോഭാവം വളർത്തുന്നത്. ഉപദേശം 3: സ്വയം സ്നേഹിക്കുക, സ്വയം അനുകമ്പ ശീലിക്കുക.
അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഉപദേശം ഇതാണ്: നിങ്ങൾ സ്വയം സ്നേഹത്തിൻ്റെയും സ്വയം അനുകമ്പയുടെയും ഒരു മാനസികാവസ്ഥ ശീലിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ സത്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഏറ്റെടുക്കുകയില്ല. നിങ്ങളോട് നെഗറ്റിവിറ്റിയുമായി വരുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാൻ കഴിയും, ഞാൻ ഈ നെഗറ്റിവിറ്റി എന്നോടൊപ്പം എടുക്കാൻ പോകുന്നില്ല, എനിക്ക് സമാധാനമായിരിക്കണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റിവിറ്റി ഞാൻ സ്വീകരിക്കില്ല എന്ന്. അതാണ് സ്വയം സ്നേഹം, സ്വയം അനുകമ്പ. ഇതിനായി നിങ്ങൾക്ക് ദിവസവും ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ പരിശീലനം ഇതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുക, ഇന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും, ഈ ലോകത്തിൽ നിന്നുള്ള ഒരു നെഗറ്റിവിറ്റിയും ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഇതൊരു ചവറ്റുകുട്ടയുടെ ഉദാഹരണം പോലെയാണ്. നിങ്ങളുടെ ചവറ്റുകുട്ടയിൽ മോശം കാര്യങ്ങളും ചവറുകളും നിങ്ങൾ ദീർഘനേരം വെച്ചാൽ എന്ത് സംഭവിക്കും? അത് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. എന്നാൽ ദിവസവും നിങ്ങൾ ചവറ്റുകുട്ട വൃത്തിയാക്കി ശൂന്യമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ശക്തമായൊരു മാനസികാവസ്ഥ കെട്ടിപ്പടുക്കാൻ സ്വയം അനുകമ്പയും സ്വയം സ്നേഹവും ശീലിക്കുക. ചിലർ കരുതുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നവരും കാർക്കശ്യവും പരുഷവും കാണിക്കുന്നവരാണ് ശക്തമായ മാനസികാവസ്ഥയുള്ളവരെന്ന്. അല്ല, ദേഷ്യവും വെറുപ്പും കാണിക്കുന്നത് ശക്തിയുടെ ലക്ഷണമല്ല, അത് ബലഹീനതയുടെ ലക്ഷണമാണ്. ആളുകളുടെ പ്രതികരണങ്ങളിൽ എളുപ്പത്തിൽ പ്രകോപിതനാകുന്നുണ്ടെങ്കിൽ അത് ശക്തമായ മനസ്സല്ല. ശക്തമായ മാനസികാവസ്ഥ എന്നാൽ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ കുലുങ്ങാത്ത മനസ്സാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ലളിതമായ ഈ 3 ബുദ്ധ ഉപദേശങ്ങൾ ശീലിക്കുക. 1. സ്ഥിരമായ മാനസികാവസ്ഥ ഉണ്ടാക്കുക. 2. നിങ്ങളുടെ മനസ്സിനെ പ്രതിരോധ ശേഷിയുള്ളതാക്കുക. 3. ഈ ലോകത്തിൽ മറ്റാരെക്കാളും നിങ്ങളെ സ്വയം സ്നേഹിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ശീലിക്കുമ്പോൾ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ കുലുങ്ങാത്ത ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ബുദ്ധൻ്റെ ഈ 3 ഉപദേശങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ളത് ഏതാണ്? അത് കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.